ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്ലോ സ്പീഡിൽ ഇങ്ങനെ തിരിക്കാം, കാലൊന്നും കുത്തണ്ട. സോ ഇപ്പോൾ ഇനി നമുക്ക് റോഡിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. സോ അപ്പോൾ പറഞ്ഞു വന്നത് ഹാൻഡിൽ ബാറിൻ്റെ ഒരു റൈഡിങ് എക്കണോമിക്സ് ആണ്. കിടുവാണ്, കിടു. ഇത് അവിടെയൊക്കെയാണ് ഈ വൈബ്രേഷൻ ഫ്രീ ആക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന കുറേ ടാക്ടിക്സ്. ഫോർവേഡ് ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 130 ഒക്കെ ഞാൻ പില്ലിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെയുള്ള റോഡ്സിൽ. സോ ഇപ്പോൾ എനിക്ക് മൈലേജ് ഈ ക്യാമറയിൽ കാണിക്കുന്നത് ക്ലിയർ ആവത്തില്ല. 57 മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ R15-ൻ്റെയൊക്കെ ആ ഒരു ജനറ്റിക്സിലോട്ട് മാറുന്നുണ്ട്. നമസ്കാരം, അമൃതാണ്. സോ കുറച്ച് ദിവസമായിട്ട് ഒരു പുതിയ ഹാൻഡിൽ ബാർ ടെസ്റ്റിങ്ങിലാണ്. പുതിയ ഹാൻഡിൽ ബാർ അല്ല, ആക്ച്വലി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം M ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ്. ഇത് നമ്മുടെ പഴയ ബുള്ളറ്റിന്റെ ഹാൻഡിൽ ബാർ ആണ് G2. സോ G2 ആദ്യം വെച്ചപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഹൈറ്റും സംഭവമൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറെ ആൾട്രേഷൻസ് ചെയ്യേണ്ടി വന്നു. വണ്ടിയിലല്ല, അതായത് ഇതിന്റെ ഹാൻഡിൽ ബാർ അഴിച്ച് ആ ഹാൻഡിലുള്ള ഹോൾസ്, അതായത് ഇതിന്റെ എവിടെയൊക്കെ ഈ സ്വിച്ചസ് ഫിക്സ് ചെയ്യാനുള്ള ഹോൾസ് ഒക്കെ കറക്റ്റ് ഇടണമായിരുന്നു. ഏതാണ്ട് 5 ഹോൾ ഇതിൽ അടിക്കേണ്ടി വന്നു. പിന്നെ ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോള് SS വെച്ച് തന്നെ വെൽഡ് ചെയ്ത് അടച്ചു. സോ അതിന് നമ്മുടെ വർക്കലയുള്ള അപ്പു മേശ്ശേരിക്ക് ഒരു താങ്ക്സ്. കാരണം ഇതുപോലുള്ള ഏത് വള്ളിക്കെട്ട് സാധനമായിട്ട് അവിടെ ചെന്നാലും അവിടെയുള്ള മേശരിയായിട്ട് അത് പണിഞ്ഞു തരും. ഞാൻ നേരത്തെ അവരെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പണിഞ്ഞു കിട്ടി രാത്രി എന്നെ കൊണ്ടുവന്ന് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ എങ്ങനെ ഹാൻഡിൽ ബാർ വർക്ക് ചെയ്യും, എന്താണ് അതിന്റെ ഒരു എർഗണോമിക്സ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ രാത്രി എന്നെ അതങ്ങ് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. സ്വിച്ച് ഹോൾ അടിച്ചതിൽ ചെറിയ തിരിവോ മാറ്റം വന്നോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ആകെ കുഴയെന്ന് വിചാരിച്ചതാണ്, പക്ഷെ സംഭവം ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഫൈനലി ഇറ്റ് വർക്ക്ഡ്. പിന്നെ അതിന്റെ റൈഡിങ് ആയിരുന്നു. കുറേ റൈഡ് ചെയ്തു. ലോങ് പോയി, കൊല്ലം കൊട്ടാരക്കര വരെയൊക്കെ പോയി നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാഫിക് കണ്ടീഷൻസിലൊക്കെ റൈഡ് ചെയ്ത് നോക്കി. സോ ഈ ഹാൻഡിൽ ബാറിന്റെ ആ ഒരു റൈഡിങ് എർഗണോമിക്സ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അതിനിപ്പോൾ നമുക്ക് ഈ റോഡ് പറ്റത്തില്ല, നമുക്ക് വേറെ റോഡിലോട്ട് പോകാം. ഈ ഒരു ഹാൻഡിൽ ബാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. സോ അതുകൊണ്ട് മിറർ കണ്ട് തിരിയാൻ പറ്റത്തില്ല. ബട്ട് ഒരാട്ടോയും കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിയാം. ഇതൊരു വളവാണ്, വേണ്ട, റിസ്ക് എടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്ലോ സ്പീഡിൽ ഇങ്ങനെ തിരിക്കാം, കാലൊന്നും കുത്തണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഐ മീൻ ഇതിൻ്റെ റൈഡിങ് എക്കണോമിക്സ്. സ്ലൈറ്റ്ലി ഫോർവേഡ് ആയിട്ടുള്ളൊരു സിറ്റിംഗ് പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ എപ്പോഴും, ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും കാണിച്ചതാണ്, കൈ എപ്പോഴും വളരെ ഫ്രീ ആണ്. നല്ലൊരു സ്പോട്ടി പൊസിഷനാണ്. അതായത് R15-ൻ്റെയൊക്കെ ആ ഒരു ജനറ്റിക്സിലോട്ട് മാറുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ ഡൗൺ ഷിഫ്റ്റ് റൊമാച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണത്, ഭയങ്കര ഫണ്ണാണ്. സോ നമുക്കിനി ഒന്ന് പഠിച്ചു നോക്കാം. ആ ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ കിടുവാണ്. ഇപ്പം നമ്മൾ പോകാൻ പോണത് ഞാൻ നേരത്തെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു റോഡാണ്. വർക്കലയിലേക്ക് വരുന്ന ഏറ്റവും നല്ല റോഡുകളിലൊന്നാണ്. ഞാൻ റോഡ് കാണിച്ചു തരാം. ആ റോഡിൻ്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണ റോഡുകൾ പോലല്ല, അത്യാവശ്യം വീതിയുള്ള റോഡാണ്. വീതിയുള്ള റോഡിന് അപ്പുറത്തേക്ക് ആ റോഡ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഓരോ ടേൺസും വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ഉണ്ട്. ഒരു വളവ് തിരിയുന്ന സ്ഥലത്ത് ഇങ്ങനെ അകത്തോട്ട് കർവ് ചെയ്ത്, അതൊക്കെ കറക്റ്റ് പ്രോപ്പർ കർവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ റോഡുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇത് നിങ്ങൾ തന്നെ റോഡൊന്ന് നോക്കിയേ. വീതി എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ കൂടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഇത്രയും വീതി എന്ന് പറയുന്നത് ഇത് റോഡ് ചെയ്ത സമയത്ത് ഇങ്ങനെ കിടക്കുവാണ്. ഇന്ന് വരെ ഒരു പ്രോബ്ലം ഇല്ല. സോ ഈ റോഡ് ചെയ്തതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ഹാറ്റ്സ് ഓഫ്. ഏത് പൊളിറ്റീഷ്യൻ ആയിരുന്നാലും ഏത് ആളാണ് ഈ വർക്ക് ചെയ്തതെങ്കിലും അവർക്കൊരു സല്യൂട്ട്. കാരണം ഞാൻ ഈ റോഡ് വഴി ഇപ്പോൾ ഏതാണ്ട് 10-15 വർഷമായിട്ട് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. പ്രോപ്പർ മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല. പ്രോപ്പർ മെയിൻ്റനൻസ് ഇതിന് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരു ക്വാളിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ടാവാം ഇടയ്ക്കൊക്കെ. സോ അപ്പോൾ പറഞ്ഞു വന്നത് ഹാൻഡിൽ ബാറിൻ്റെ ഒരു റൈഡിങ് എക്കണോമിക്സ് ആണ്. കിടുവാണ്, കിടു. സോ ഇപ്പോൾ എനിക്ക് മൈലേജ് ഈ ക്യാമറയിൽ കാണിക്കുന്നത് ക്ലിയർ ആവത്തില്ല. 57 മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മെയിനെന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു ഡിസൈനാണ്. നമുക്കറിയാം വളരെ സ്ട്രീം ലൈൻഡ് ആണ്.
വാഹനം നല്ല പിയേഴ്സ് ചെയ്ത് പോവുകയാണ്. പിന്നെ നമ്മൾ ഒത്തിരി ഒന്ന് കുനിഞ്ഞും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പക്ക R15 അതേ ഒരു പൊസിഷനിൽ കിട്ടും. എന്നാൽ നടുവിന് വലിയ കുഴപ്പമില്ല, നമുക്ക് ഒത്തിരി സ്ട്രെച്ച് ആയിട്ടിരുന്ന് ഓടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒത്തിരി നടുവ് കഴിക്കുന്ന സമയത്തൊന്ന് സ്ട്രെച്ച് ആയിട്ട് ഇരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അങ്ങനെ അങ്ങ് ലീൻ ചെയ്ത് കിടന്ന് ഓടിക്കേണ്ട കാര്യമല്ല. ഇതിൽ അത്യാവശ്യം 2 പോസ്റ്റ് വെച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ. X600 ഡിസൈൻ തന്നെ ഹാൻഡിൽ ബാർ അത്യാവശ്യം റൈസ്ഡ് ആണ്. അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള എമ്മുകൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കംഫർട്ടാണ്. സോ ഇപ്പോൾ ഇനി നമുക്ക് റോഡിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. ഇവിടെയൊക്കെ നല്ല ഹോൺ അടിച്ച് തന്നെ തിരിയണം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാട് കയറി കണക്ക് വന്ന് കയറും. വേറെ മാച്ച് ചെയ്തു. ഇങ്ങനെയൊക്കെ ചരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ചരിച്ചൊക്കെ എടുക്കാനായിട്ട് ഹാൻഡിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ പില്ലിയൻ്റെ കൂടെ വെച്ചിട്ടാണ്, മോനും കൂടെ ഇരിപ്പുണ്ട് ബാക്കിൽ. ആളുവിനെ പിടിച്ചിരുന്നോളൂ, ആളിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എങ്കിലും നമ്മൾ വളരെ ഓവർ സ്പീഡ് ചെയ്യുന്നൊന്നുമില്ല, ഒരു 60 റേഞ്ച് മാക്സിമം, അത്രയേ ഉള്ളൂ സ്പീഡ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഞാൻ നിങ്ങളെ ഈ ഒരു റോഡും കൂടെ ഒന്ന് കാണിക്കാനാണ്. ഇതുപോലുള്ള റോഡുകളൊന്നും ഇപ്പം അങ്ങനെ ചെയ്ത് കാണുന്നില്ല. സോ ഇതാണ് ഹാൻഡിൽ ബാറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കാലൊന്നും കുത്താണ്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തിരിച്ചെടുക്കുക. ഈ ഹാൻഡിൽ ബാറിൽ ഞാൻ പറഞ്ഞ കണക്ക് കുറേ ആൾട്രേഷൻസ് ചെയ്തു, മറ്റേതുപോലെ ആക്കി. പിന്നെ ഇതിൻ്റെ കൗണ്ടർ വെയ്റ്റ്സ് 2 സൈഡിൽ വരുന്നത്, നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൽ വരുന്ന കണക്ക് പണ്ടൊക്കെ റോയൽ എൻഫീൽഡിൽ 2 സൈഡിലൊരു അഡാപ്റ്റർ വെൽഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ വെയിറ്റ് ബാലൻസ് അങ്ങനെ വെറുതെ അലങ്കി വെച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അവിടെയൊക്കെയാണ് ഈ വൈബ്രേഷൻ ഫ്രീ ആക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന കുറേ ടാക്ടിക്സ്. വേറെ വണ്ടികളിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനിതുവരെ അങ്ങനെ വണ്ടികളിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് പൾസർ ഉണ്ടായിരുന്നു, പൾസറിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇതിലങ്ങനെയല്ല, ഇതിലേതാണ്ട് ഇതുവരെ കയറുന്ന കൗണ്ടർ വെയിറ്റ് ആണ്. അത് നമ്മൾ ആ സെയിം സാധനം തന്നെ ഞാൻ ഇതിലോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇത്ര വരെ വരും ആ വെയിറ്റ് ബാലൻസ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വാഷേഴ്സൊക്കെ ഉണ്ട്. അത് റബ്ബറാണ് 2 സൈഡിലും. അതിൻ്റെ എൻട്രിങ് പോയിന്റിലും ഒരു റബ്ബർ ഇതുണ്ട്. അതായത് വെയിറ്റ് ബാലൻസ് അകത്ത് കിടക്കുമ്പോൾ പോലും നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ സ്റ്റെമ്മുമായിട്ട് കോണ്ടാക്ട് ഇല്ല. കോണ്ടാക്ട് ഈ ബുഷുകൾ വെച്ചാണ് കോണ്ടാക്ട് വരുന്നത്. ബുഷ് അവിടെ ഒരു, അതായത് ഡാമ്പനിങ്ങിന് വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ടുള്ളൊരു ആ വെയിറ്റ് വെച്ചുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ കുറയ്ക്കുക. എന്നാൽ അതിന് ഡാംപ്നെസ്സും കൂടെ അവർ കൊടുത്തിരിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്തായാലും ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ അയക്കുന്ന സമയത്ത് അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള അയക്കുന്ന വീഡിയോസ് ഉണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഹാൻഡിൽ ബാർ അയക്കുക. ഹാൻഡിൽ ബാറല്ല ഈ സാധനമൊക്കെ ഊരി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഊരി എടുത്തതിന് ശേഷം പിന്നെ കൺഫ്യൂഷനൊന്നും വന്നില്ല, കറക്റ്റിന് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ പറഞ്ഞു വന്നത്, അത്രയും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഈ ഹാൻഡിൽ ബാർ വെച്ചതിന് ശേഷമുള്ള ഒരു കംഫർട്ട് ഇതാണ്. ഇനി ലോങ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ഒരു 4 hours റൈഡിങ് എക്കണോമിക്സ് സൂപ്പറാണ്. എത്രയാണ് ഫാസ്റ്റായിട്ട് പോകുന്നത്. ഫോർവേഡ് ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 130 ഒക്കെ ഞാൻ പില്ലിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയുള്ള റോഡ്സിൽ ഈസി ആയിട്ട് കയറിപ്പോകും. വീണ്ടും വീണ്ടും അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി. ഇങ്ങനെ ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നല്ല സ്പീഡ്, വീണ്ടും വീണ്ടും സ്പീഡ് ഗെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിച്ചസിൽ ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ചസിലോട്ടൊക്കെ കൈ നല്ല ഫ്രീ ആയിട്ട് പോകണം. അതുപോലെ ഈസി ആയിട്ട് കൈ നല്ല ഫ്രീ ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ മാച്ചിങ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്ക് കൈക്ക് വലിയ ഫറ്റീഗ് വരാത്ത രീതിയിൽ, കൈയുടെ മസിൽസിനൊന്നും വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇതെല്ലാം ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുകയും വേണം. അതൊക്കെ ഈസി ആവണം. അതൊക്കെ ഈസി ആവണമെങ്കിൽ ഒരു കറക്റ്റ് നമുക്കൊരു ഒന്ന് എൽബോ മടക്കയിൽ കിട്ടുന്ന പോലുള്ളൊരു ഫ്രീനെസ് ഹാൻഡിലിൽ കിട്ടണം. അപ്പോൾ ഈ ഹാൻഡിൽ ബാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കും, ഇതിനെന്തെങ്കിലും നെഗറ്റീവ് സൈഡ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും ഇതുവരെ എനിക്ക് നെഗറ്റീവ് ഒന്നും തോന്നിയില്ല, ഫുൾ പോസിറ്റീവാണ്. ഒന്നതിൻ്റെ ഇരിക്കാനുള്ളൊരു പോസ്റ്ററിന് പോലും അത് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. പഴയ സ്ട്രൈറ്റ് ഹാൻഡിൽ ബാറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ള, നമ്മൾ സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത്, അതായത് ട്രാഫിക്കിലൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും കാല് കുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു ബാലൻസ് കിട്ടാത്ത ഒരു ഫീൽ നമുക്ക് കിട്ടും. കാരണം അത് വളരെ വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. പക്ഷേ ഈ ഹാൻഡിൽ വൈഡാണ്, ബട്ട് സെയിം ടൈം ആ ഒരു എം ആയതുകൊണ്ട് തന്നെ ബോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാലൻസ് കിട്ടുന്നുണ്ട്. എത്ര സ്ലോ സ്പീഡിന്
ഇപ്പോൾ വളരെ സ്ലോയിലാണ്. ആ സ്ലോയിൽ പോലും നമുക്ക് കാല് കുത്തേണ്ടി വരുന്നില്ല, എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്.